Hi friends, welcome to Aarthi's Kitchen and Vlogs. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നേന്ത്രപ്പഴ നുറുക്കാണ്. അത് എങ്ങനെയാണ് തയ്യാറാക്കാൻ പോകുന്നതെന്ന് നമുക്ക് വീഡിയോയിലോട്ടൊന്ന് പോയി നോക്കാം. പഴം നുറുക്കിന് ആവശ്യമായിട്ട് 100 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ശർക്കര പാനി എടുക്കാം. രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ജാഗറി സിറപ്പൊക്കെ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇതാണ് പാകം. സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതിനെ നമുക്ക് അരിച്ചെടുക്കാം, സ്ട്രെയിൻ ചെയ്ത് എടുക്കാം. രണ്ട് പഴത്തിൻ്റെയും തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. രണ്ട് പഴത്തിനെയും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴത്തിനെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കാം. മൂടി വെച്ച് വേവിക്കാൻ വെക്കാം. 5 മിനിറ്റ് എന്തായാലും മതിയാകും. 5 മിനിറ്റ് വേകട്ടെ. പഴമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ സ്ട്രെയിൻ ചെയ്ത് വെച്ചിരുന്ന ജാഗറി സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനിയെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തിളച്ച് തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് കുറുകട്ടെ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം.
നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് അരമുറി തേങ്ങ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതനുസരിച്ച് ഇടാവുന്നതാണ്. ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അടിപൊളിയായിട്ട് നേന്ത്രപ്പഴം കുറുക്ക് ഒന്ന് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അടിപൊളി സ്വാദാണ് ഇതിന്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, പിന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹായ് എവരി വൺ, വെൽക്കം ടു ആർത്തീസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് കേക്കാണ്. അത് എങ്ങനെയാണ് തയ്യാറാക്കാൻ പോകുന്നതെന്ന് വീഡിയോയിലോട്ടൊന്ന് പോയി നോക്കാം. ചോക്ലേറ്റ് കേക്കിന് ആവശ്യമായിട്ട് 2 റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം പഴത്തിനെ. ഒരു മിക്സി ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച പഴം ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 സ്പൂണ് കോക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 2 സ്പൂണ് ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം. കൊക്കോ പൗഡർ ഇല്ലെന്നുണ്ടെങ്കിൽ ബൂസ്റ്റ് 4 സ്പൂണ് ചേർത്താൽ മതിയാവും. 1/2 കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുക്കാം 1/2 കപ്പ്. പിന്നെ ഇതിലേക്ക് റിഫൈൻഡ് ഓയിൽ 1/2 കപ്പ് റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതിനൊന്ന് അരച്ചെടുക്കാം, ബ്ലെൻഡ് ചെയ്തെടുക്കാം. നന്നായിട്ട് അരയേണ്ട ആവശ്യമില്ല. ഇനി ബ്ലെൻഡ് ചെയ്ത് മിക്സിനോടൊപ്പം 2 മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ട ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുട്ടയ്ക്ക് പകരം അധികം പുളിയില്ലാത്ത 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിനെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഈ മിക്സിനോടൊപ്പം 1 കപ്പ് മൈദാമാവ് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഒരു കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ തടവി വെച്ചിട്ടുണ്ട്. ട്രേയിൽ ഒരു ബേക്കിംഗ് പേപ്പർ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. നമ്മൾ അരച്ചു വെച്ചിരുന്ന മിക്സിനെ ഒന്ന് ഈ ട്രേയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ മിക്സിനെ ഓവനിലോട്ട് മാറ്റി കൊടുക്കാം. 40 മുതൽ 50 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. കേക്കൊക്കെ നന്നായിട്ട് ബേക്കായിട്ടുണ്ട്. നമ്മുടെ ചോക്ലേറ്റ് കേക്കൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഹെർഷീസിന്റെ സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ
ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, പിന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.